എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ ഒരു ചീത്ത ശീലം നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും ഒക്കെ കാണും. ചീത്ത ശീലങ്ങളാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലപ്പോഴും നമുക്കത് അറിയാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു ശീലം മോശം ശീലമാണ് എന്നുള്ളത്. കാരണം വളരെ വർഷങ്ങളായിട്ട് നമ്മൾ അറിയാതെ ചെയ്തു വന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളായി ശീലങ്ങളാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചീത്ത ശീലങ്ങൾ അത് എന്തായാലും അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യമാകുമ്പോൾ നമുക്ക് സഡനായിട്ട് അത് മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളിലൂടെ അത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചീത്ത ശീലം എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വളരെ പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ശീലമായിരിക്കും. അല്ലെങ്കിൽ ഓവറായിട്ട് എപ്പോഴും ഫോണ്, സോഷ്യൽ മീഡിയ, TV ഫുൾ ടൈം ഇതൊക്കെ ആയിരിക്കും. ലൈഫിൽ വേറെ വലിയ ചിന്തകളൊന്നും കാണില്ല. അല്ലെങ്കിൽ ചിലർക്ക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മാറ്റിവെക്കലുകൾ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാനുള്ളത് നാളെ ചെയ്യാം, മറ്റൊന്ന് ചെയ്യാം, അടുത്ത ആഴ്ചയായി, അടുത്ത മാസമായി, അങ്ങനെ ഒരു വർഷമായിട്ടും ചെയ്യാതെ മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ പലരുടെ ജീവിതത്തിലും കാണും എന്നുള്ളതാണ്. പിന്നെ ചിലർ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കുന്നത്, ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നത്, അതൊക്കെ ദുശീലങ്ങൾ തന്നെയാണ്. പിന്നെ സ്മോക്കിങ് അല്ലെങ്കിൽ കള്ള് കുടിക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങൾ. പിന്നെ മടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യാൻ അങ്ങോട്ട് കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല എന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത്രയും മടി പിടിച്ച ഒരു സ്വഭാവമാണ് എന്നുള്ളത്. പിന്നെ ഇനിയുള്ളത് മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് പറയുക, നോണ, പരദൂഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതെല്ലാം ചീത്ത ശീലങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഈ ശീലങ്ങൾ അല്ലെങ്കിൽ ഈ ദുശീലങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇപ്പോൾ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആവർത്തിച്ച് ചെയ്തു വരുന്ന ശീലങ്ങളാണ് ദുശീലങ്ങളാകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ സാമ്പത്തികമായോ നമ്മളെ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ചീത്ത ശീലമാണ്. ഇനി സിഗരറ്റ് വലി പോലെ തന്നെയാണ് മദ്യപിക്കുക എന്നുള്ളത്. മദ്യപാനം വളരെ മോശം ഒരു സ്വഭാവമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത്തരം ശീലങ്ങൾ മാറ്റിയെടുക്കാം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനൊരു മോശം ശീലം ഉണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റേണ്ട ഒരു ശീലം എന്നുള്ളത് ആദ്യം അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് പോസിറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് വളരെയധികം സ്ട്രെങ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ വളരെ വീക്ക്നെസ് ആയ, വളരെ ബാഡ് ആയിട്ടുള്ള, ഇമോഷണലി വളരെയധികം ഫീൽ ആവുക, പെട്ടെന്ന് കരയുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളും നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ട ശീലങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് എൻ്റെ ചീത്ത ശീലം എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ശീലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ എന്തൊരു നല്ല ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ശീലം അല്ലെങ്കിൽ അഡിക്ഷൻ പോലുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഇപ്പോൾ ഫോൺ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്, അതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ അത് മാറ്റണം എന്ന് പറയുമ്പോൾ ഈ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം നമ്മൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശീലം മാറ്റണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ വളരെയധികം നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള വേറൊരു ശീലം അല്ലെങ്കിൽ വേറൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഓൾട്ടർനേറ്റീവ് വേറൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതെന്ത് ഹാബിറ്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതൊന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ലൊരു ഗുഡ് ഹാബിറ്റ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇപ്പം നല്ല ശീലങ്ങൾ തുടങ്ങുക എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ നാളെ എന്ന് നീട്ടിക്കൊണ്ട് പോകരുത്. ഇപ്പം എനിക്ക് ആ ഫോൺ നോക്കുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു 2 മണിക്കൂർ ഞാൻ ഫോൺ നോക്കുന്നത് ഫുൾ ടൈം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മാറ്റണം എന്ന് പറയുന്നില്ല. പക്ഷേ 2 മണിക്കൂറാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ശീലം 1 മണിക്കൂറായി കുറയ്ക്കുക, അല്ലെങ്കിൽ അരമണിക്കൂറായി കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം. പുസ്തകങ്ങൾ നമുക്ക് വളരെയധികം നമുക്ക് ഇപ്പോൾ പുസ്തകം വായിക്കുന്നത് എന്താണ് അതിൽ കാര്യം എന്ന് തോന്നും. പക്ഷെ നമ്മൾ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട് വായിച്ചു തുടങ്ങുമ്പോൾ അതും ഒരു അഡിക്ഷൻ പോലെ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പല പല പുസ്തകങ്ങൾ മാറി മാറി വായിക്കാൻ തോന്നും, കാരണം വായനയോട് ഇഷ്ടം തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര പുസ്തകം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോൺ മാറ്റി വെക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് റീഡിങ് ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദിവസവും ഇപ്പോൾ ഒരു പുസ്തകം ഫുള്ളൊന്നും വായിക്കേണ്ട, ഒരു ദിവസം 2 പേജ് അല്ലെങ്കിൽ 3 പേജ് വെച്ച് വായിച്ച് തുടങ്ങുമ്പോൾ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വിരസമായിട്ട് തോന്നും. പക്ഷേ പതുക്കെ നമ്മൾ ആ ഒരു ഹാബിറ്റ് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്തോ നിർത്തിവെച്ച റീഡിങ് ഹാബിറ്റ് ആയിരിക്കും. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളെ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് അധ്യാപകർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ അവർ ലൈബ്രറി ക്ലബ്ബുണ്ട്, അവിടെ നിന്ന് അധ്യാപകർ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് തരും, നമ്മളത് നിർബന്ധമായി വായിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണ്. കാരണം ഈ ബുക്കുകൾ വായിച്ചിട്ട് നെക്സ്റ്റ് ബുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്, അതിൽ ഈ ബുക്കിനെ പറ്റിയുള്ള റിവ്യൂ എഴുതിക്കൊണ്ട് കൊടുക്കണം. നമ്മളത് വായിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഇട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് തരുന്ന ബുക്ക് നിർബന്ധമായി വായിക്കേണ്ടി വരും എന്നുള്ളപ്പോൾ നമ്മൾ പല ആൾക്കാരും വായനയെ വെറുത്തു പോയതായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇപ്പം നെറ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ബുക്ക് പലരും വായിച്ചിട്ടുള്ളത് നമുക്കത് കേൾക്കാം. ഇപ്പോൾ കുക്കു FM എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. ഒരുപാട് ബഷീറിൻ്റെയോ അല്ലെങ്കിൽ MDയുടെയോ രണ്ടാമൂഴോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ അതിനകത്ത് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കേൾക്കാം, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ഓപ്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്നൊരു വഴിയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ വായന വെറുത്തു പോയ ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കിപ്പോൾ ഒരു ദുശീലം അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചായ ഒരുപാട് കുടിക്കുന്ന ഒരു ശീലമാണ്. രാവിലെ ഇപ്പോൾ എവിടെയെങ്കിലും പോകണം, റെഡിയാവാൻ പറയുമ്പോൾ രാവിലെ 1 ചായ 2 ചായ, എന്നിട്ട് വീണ്ടും പത്രം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി റെഡിയാവാൻ പറയുമ്പോൾ 1 ചായയോടെ തരുമോ, എന്നിട്ട് റെഡിയാവാം. അപ്പോൾ രാവിലെ 1 2 3 ചായയായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും 1 ചായയോടെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്ന സ്വഭാവം. അങ്ങനെ വഴക്ക് പറഞ്ഞ് 2 എന്നുള്ളത് രാവിലത്തെ 3 ചായ എന്നുള്ളത് 2 ആയി. അതുപോലെ തന്നെ വൈകുന്നേരം 2 3 ചായയൊക്കെ കുടിക്കുന്ന സ്വഭാവമാണ്. ദിവസം ഒരു 6 7 ചായയൊക്കെ കുടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ 2 ആയിട്ട് കുറച്ചു. രാവിലെ 2 വൈകുന്നേരം 2. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ 1 വൈകിട്ട് 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചില ശീലങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം ഇത്രയും ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ ഒരു ചായ പോലും കുടിക്കാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ഇങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ സഡനായിട്ട് നിർത്തണമെന്നല്ല, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ കുറയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ഫോൺ ആയാലും ഇങ്ങനെ തന്നെയാണ്. ഫോൺ ഫുൾ ടൈം നമ്മുടെ കയ്യിൽ ഫോൺ എപ്പോഴും ഉണ്ട്, എപ്പോഴും നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു അഡിക്ഷനായി മാറുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികളാണ് പഠിക്കുന്ന സമയത്തോ നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് ഫോൺ വെക്കാതിരിക്കുക. അല്ലെങ്കിൽ എല്ലാം കുറേ ആപ്സ് കാണുമല്ലോ, അതിനകത്തൊക്കെ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണല്ലോ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് മാത്രം എനേബിൾ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ആപ്സിൻ്റെ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ആ പഠിക്കുന്ന റൂമിൽ ഫോൺ വെക്കാതിരുന്നാൽ പോരെ, അല്ലെങ്കിൽ പാരൻസിനെ ഏൽപ്പിക്കുക. ഇങ്ങനെ എന്തെല്ലാം ഓപ്ഷനുണ്ട്. നമുക്ക് ആ ശീലം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ അതിന് വേണ്ടി പക്ഷേ നമുക്ക് വളരെ സിൻസിയറായിട്ട് ഇപ്പോൾ എന്തൊരു ശീലമായാലും എനിക്കൊരു മോശം ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന്
സിൻസിയറായിട്ട് എൻ്റെ മനസ്സിൽ തോന്നണം. മറ്റൊരാൾ നമ്മളെ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരാഴ്ചയോ 2 ആഴ്ചയോ നമ്മൾ ചെയ്യുന്ന ആ ഒരു ശീലം നിർത്തും. പക്ഷേ മറ്റുള്ളവരാരും നമ്മളെ കൺട്രോൾ ചെയ്യില്ല എന്ന് കാണുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ശീലത്തിലേക്ക് പോകും. അങ്ങനെ ആവരുത്. നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ശീലം മാറ്റണമെന്ന് തോന്നിയാൽ നമ്മൾ തന്നെ സിൻസിയറായിട്ട് വിചാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കത് മനസ്സുകൊണ്ട് നമുക്കതിന് ആഗ്രഹം വേണം എന്നുള്ളതാണ്. ഇനി വളരെ പെട്ടെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് എന്ത് മോശ സ്വഭാവമാണ് അല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യവും ഇല്ല, പക്ഷേ ചില ആൾക്കാർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ദേഷ്യം തോന്നുമ്പോൾ സഡനായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു വിഷയമാവുന്ന രീതിയിൽ റിയാക്ഷന് നിൽക്കാതെ ഒരു 10 സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ 5 സെക്കൻഡ് അത് കഴിഞ്ഞിട്ടൊന്ന് ദേഷ്യപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് വലിയ വിഷയങ്ങളായി പിന്നെ അത് വളരെയധികം ഒരു മാനസിക വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നിർത്തിയിട്ട് ആ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ റിയാക്ഷൻ തോന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ആ മനസ്സൊന്ന് മാറി പഴയ ആ ഒരു മൂഡിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റ് വഴികളിലൂടെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇനി ഓരോ ദിവസവും പുതിയ ദിവസങ്ങളാണ് എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങുമ്പോൾ എനിക്ക് ഈ ഒരു ശീലം എനിക്ക് വേണ്ട, ഇന്ന് മുതൽ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ആ ശീലം ഫോളോ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം ഒന്ന് കൺട്രോൾ ചെയ്യുക. സെൽഫ് കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്മനിയന്ത്രണം. അപ്പോൾ ആ ഒരാഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നും. ഈ ഒരാഴ്ചയായിട്ടും ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഈ ഒരു ടൈം ലാഗ് നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം, നമ്മൾ എന്ത് ശീലമായാലും നമ്മൾ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുവരുന്ന ശീലങ്ങളാണ്, വളരെ അധികം വർഷങ്ങളായിട്ട്. അതുകൊണ്ട് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറ്റാം എന്നൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുക. നമ്മൾ ക്ഷമയോടെ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കും, പക്ഷെ 3ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് അത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്ന ശീലങ്ങളാവുമ്പോൾ അത് പെട്ടെന്ന് മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അറിയാതെ വന്നു പോകുന്നതാണ്. പക്ഷെ വീണ്ടും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ പതുക്കെ നമുക്ക് ക്ഷമയോടെ ചെയ്താൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഏതൊരു സമയത്താണോ അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ഈ നിങ്ങളുടെ ഒരു ദുശീലം അതെന്തായാലും, ഇപ്പോൾ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ മദ്യപാനം, വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കമ്പനി കൂടുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു മോശം ശീലം അല്ലെങ്കിൽ ഈ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ശീലം താല്പര്യമില്ല, നിങ്ങൾക്ക് സിൻസിയറായിട്ടും ആ ഒരു ശീലം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മനഃപൂർവ്വം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക. അപ്പോൾ പതുക്കെ എന്താണ് ആ ഒരു ശീലം അവിടെ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്നുള്ളത് ഡെയിലി നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, ഞാൻ ഇന്ന് സിഗരറ്റ് വലിച്ചില്ല, അന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നാളെ, മറ്റന്നാൾ, ഇങ്ങനെ ഒരാഴ്ചയാകുമ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു ബാഡ് ഹാബിറ്റ് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വയം നമുക്കൊരു റെസ്പെക്റ്റ് തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് തോന്നും, എന്നെ കൊണ്ട് കഴിയും. കാരണം ഒരാഴ്ച ഞാൻ ഈ പറഞ്ഞ ഒരു ശീലം ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തന്നെ നമ്മളോടൊരു വിശ്വാസം വരും, ഒരു സെൽഫ് കോൺഫിഡൻസ് വരും എന്നുള്ളതും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രസ് എന്താണെന്നുള്ളത് നിങ്ങളത് എഴുതി വെച്ച് ഒന്ന് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ എടുത്ത തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ പ്രോഗ്രസ് ഉണ്ടോ, അതേ നിങ്ങൾ വീണ്ടും പഴയ ശീലത്തിലേക്കാണോ പോയത് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ അത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് 1-2 ദിവസം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്വന്തം ശീലങ്ങൾ, നിങ്ങളുടെ മോശം ശീലങ്ങൾ എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് സിൻസിയറായിട്ട് എൻ്റെ ഈ സ്വഭാവം മാറ്റണം, എൻ്റെ ഈ ബാഡ് ഹാബിറ്റ് എനിക്ക് മാറ്റിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനെ അപാരമായൊരു കഴിവുണ്ട്. നമ്മൾ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാലും
നമുക്ക് മനസ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സിൻസിയറായിട്ട് വിചാരിച്ചാൽ നമുക്കത് കഴിയും എന്നുള്ളതാണ്. അത്രയും ഓരോ മനുഷ്യനും അത്രയ്ക്ക് കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ കഴിവുകളെന്ന് പറയുന്നത് അപാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സിൻസിയറായിട്ട് നിങ്ങൾക്ക് സ്വഭാവത്തിൽ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ എന്തൊക്കെ ടെംപ്റ്റേഷൻസ് വന്നാലും, ഇപ്പം ഒരാൾ വളരെയധികം, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബേക്കറി സാധനം കഴിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സ്നാക്സ് വീട്ടിലുണ്ടെങ്കിലല്ലേ ഓവറായിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തുക. നമുക്ക് അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ ആ ഒരു സ്വീറ്റ്സ് എന്നുള്ളത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടെങ്കിലേ നമ്മൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കഴിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ സ്വഭാവം, മാറ്റേണ്ട സ്വഭാവം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് അതിനു വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്കത് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ചീത്ത ശീലം മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.